ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. വളർച്ചയുടെയും അവസരങ്ങളുടെയും ഊർജ്ജസ്വല കേന്ദ്രങ്ങളാക്കി ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ ചട്ടം 2025ന്റെ കരട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ഇന്ത്യയിൽ ഗ്രാമീണ ദാരിദ്ര്യം കുറയുന്നതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് ഇനി കൌമാര കലാമേളയുടെ നാളുകൾ. 63ാമത് സ്കൂൾ കലോത്സവം അതിജീവനത്തിന്റെ കലോത്സവം കൂടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. റെയിൽ, റോഡ്, വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ഗോവ പോരാട്ടം. ബോർഡർ ഗാവസ്കർ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 145 റൺസിന്റെ ലീഡ്. വാർത്തകൾ വിശദമായി. വളർച്ചയുടെയും അവസരങ്ങളുടെയും ഊർജ്ജസ്വല കേന്ദ്രങ്ങളാക്കി ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് മികച്ച ജീവിത സാഹചര്യം ഉറപ്പാക്കുന്നതിനാണ് 2014 മുതൽ സർക്കാർ മുൻഗണന നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗ്രാമീണ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം ഏകീകരിക്കപ്പെടണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. लघु और सूक्ष्म उद्योगों को MSME से जोड़ना होगा. उनके सामानों की जरूरत सारे देश में है, लेकिन हमें इनकी ब्रांडिंग के लिए, इनकी सही मार्केटिंग के लिए काम करना होगा. हमें अपने GI प्रोडक्ट्स की क्वालिटी, उनकी पैकेजिंग और ब्रांडिंग पर भी ध्यान देना होगा. साथियों, हमें रूरल इनकम को डाइवर्सिफाई करने के तरीकों पर काम करना. ഈ മാസം 9 വരെ ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന കരകൌശല വിദഗ്ധരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. 2047ഓടെ വികസിത ഭാരതം സാക്ഷാത്കരിക്കാനായി ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുക എന്നതാണ് പരിപാടിയുടെ പ്രമേയം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, സഹമന്ത്രി പങ്കജ് ചൌധരി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ ചട്ടം 2025ന്റെ കരട് കേന്ദ്രം പുറത്തിറക്കി. കരട് നിയമങ്ങൾ നിർദ്ദേശങ്ങൾക്കായി തുറന്നിട്ടുണ്ടെന്നും ജനങ്ങളുടെ അഭിപ്രായം തേടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. കരട് ചട്ടങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഫെബ്രുവരി 18-നകം MyGov പോർട്ടൽ വഴി സമർപ്പിക്കാം. ഇന്ത്യയിൽ ഗ്രാമീണ ദാരിദ്ര്യം കുറയുന്നതായി റിപ്പോർട്ട്. 2011-12 സാമ്പത്തിക വർഷത്തിലെ 25.7% നിന്ന് 2023-24 സാമ്പത്തിക വർഷത്തിൽ 4.86% കുറഞ്ഞതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ നഗരമേഖലയിലെ ദാരിദ്ര്യം 13.7% നിന്ന് 4.09% കുറഞ്ഞതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ സജീവം. ഇത് അതിജീവനത്തിന്റെ കലോത്സവം കൂടിയാണെന്ന് ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്കൂൾ കാലഘട്ടം കഴിയുന്നതോടെ കലാരംഗത്ത് നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നവരെ തിരികെ എത്തിക്കാനുള്ള കൂട്ടായ ശ്രമം വേണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്കൂൾ വിദ്യാഭ്യാസകാലം കഴിയുന്നതോടെ കലാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗവും ഉണ്ട്. ഈ വിഷയം ഗൗരവമായി കലാകേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവരെ കണ്ടെത്തി കലാകേരളത്തിന് മുതൽക്കൂട്ടാക്കാനുള്ള ശ്രമങ്ങൾ കൂട്ടായി നടത്തേണ്ടതുണ്ട്. സർക്കാർ ആ കാര്യത്തിൽ ശ്രദ്ധ വെക്കും എന്നുകൂടി അറിയിക്കട്ടെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ സജീവമായതോടെ തിരുവനന്തപുരം നഗരം കലാപ്രേമികളെ കൊണ്ടു നിറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 1ാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം മത്സരം ആരംഭിച്ചു. ആദ്യ ദിവസമായ ഇന്ന് 24 വേദികളിലായി 40ഓളം മത്സരങ്ങളാണ് അരങ്ങേറുന്നത്. നാളെ മുതൽ 25 വേദികളിലാകും മത്സരങ്ങൾ നടക്കുക. സംസ്ഥാന സ്കൂൾ കലോത്സവം വൻ വിജയമാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പൊതുസമൂഹത്തിന്റെ പിന്തുണയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കരുത്തെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര ഘട്ടത്തിൽ വൈദ്യസഹായം നൽകുന്നതിനായി പ്രധാന വേദികളിൽ മെഡിക്കൽ സംഘത്തെയും എല്ലാ വേദികളിലും ഫസ്റ്റ് എയ്ഡ് ടീമിനെയും കനിവ് 108 ഉൾപ്പെടെയുള്ള ആംബുലൻസുകളും സജ്ജമാക്കിയിട്ടുണ്ട്.
ചൈനയിൽ വൈറസ് പടരുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ചൈന ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നാട്ടിലേക്ക് എത്തുന്നതിനാൽ ജാഗ്രത പുലർത്തണം. കേരളം സുസൂക്ഷ്മം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ ചൈനയുടെ അനധികൃത അധിനിവേശത്തെ ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്നും ഇതിനെതിരെയുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ബ്രഹ്മപുത്ര നദിയുടെ ഉയർന്ന മേഖലകളിലെ പ്രവർത്തനങ്ങൾ നദിയുടെ തീരത്തുള്ള മറ്റു സംസ്ഥാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന് ഉറപ്പാക്കാൻ ചൈനയോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കാർഷികം, വ്യാപാരം, സാമ്പത്തികം, സംസ്കാരം, ചബാഹർ തുറമുഖം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ത്യയും ഇറാനും അവലോകനം ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജിദ് തഖ്ത റവഞ്ചി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടക്കുന്ന 19ാമത് ഇന്ത്യ ഇറാൻ വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് ഡോക്ടർ റവഞ്ചി ഇന്ത്യയിലെത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാൽഡീവ്സ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഖലീലുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. ദ്വീപ് രാഷ്ട്രവുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഇന്ത്യ വലിയ മുൻഗണനയാണ് നൽകുന്നതെന്ന് ശ്രീ ജയശങ്കർ ആവർത്തിച്ചു. ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം നയത്തിന്റെയും സാഗർ കാഴ്ചപ്പാടിന്റെയും ഭാഗമായി മാൽഡീവ്സിന് ശക്തമായ പിന്തുണ ഉറപ്പാക്കുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. For us, you are a very concrete expression of our neighborhood first policy. We have, particularly in terms of financial support at this challenging time, we have also facilitated the export of essential commodities to Maldives. That has been very much a tradition in our relationship. So we certainly hope that our relationship has helped you to navigate through these difficult times. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. കനത്ത മൂടൽമഞ്ഞ് ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിലെ റോഡ് ഗതാഗതത്തെ സാരമായി ബാധിച്ചു. ഡൽഹിയിൽ നിരവധി വിമാന സർവീസുകൾ മൂടൽമഞ്ഞിനെ തുടർന്ന് വൈകി. ഡൽഹിയിലേക്കുള്ള 49 ട്രെയിനുകളും 4 മണിക്കൂറോളം വൈകിയതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. വടക്കുപടിഞ്ഞാറൻ മധ്യ ഇന്ത്യയിൽ അടുത്ത 2 ദിവസം മൂടൽമഞ്ഞ് തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹിയിൽ വായു ഗുണനിലവാരം അതീവ മോശം വിഭാഗത്തിലെത്തി. വായു ഗുണനിലവാര സൂചിക രാവിലെ 385 രേഖപ്പെടുത്തി. നഗരത്തിലെ ചിലയിടങ്ങളിൽ വായു ഗുണനിലവാര സൂചിക 400 കടന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ഗോവയെ നേരിടും. വൈകുന്നേരം 5-ന് ഭുവനേശ്വറിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടും. സിഡ്നിയിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിന്റെ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 145 റൺസിന്റെ ലീഡ്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ 185 റൺസിന് മറുപടിയായി ഓസ്ട്രേലിയ 181 റൺസെടുത്ത് പുറത്തായി. 5 മത്സര പരമ്പരയിൽ 1 മത്സരം ഇന്ത്യ നേടിയപ്പോൾ 2 ജയവുമായി ഓസ്ട്രേലിയയാണ് മുന്നിൽ. പ്രഥമ ഖോ-ഖോ ലോകകപ്പ് മത്സരങ്ങൾ 13 മുതൽ 19 വരെ ഡൽഹിയിൽ നടക്കും. ഖോ-ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സായിയും ചേർന്ന് നടത്തുന്ന ചാമ്പ്യൻഷിപ്പിൽ 24 രാജ്യങ്ങളിൽ നിന്നായി 21 പുരുഷ ടീമുകളും 20 വനിതാ ടീമുകളും പങ്കെടുക്കും. ഗസ മുനമ്പിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഖത്തറിലെ ദോഹയിൽ ഇസ്രായേലുമായി ചർച്ചകൾ പുനരാരംഭിച്ചതായി ഹമാസ്. ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പിൻവലിക്കുക, കുടിയൊഴിപ്പിക്കപ്പെട്ട പലസ്തീനികളെ തിരികെ എത്തിക്കുക, വെടിനിർത്തൽ ഏർപ്പെടുത്തുക തുടങ്ങിയവയ്ക്ക് ചർച്ചയിൽ പ്രാധാന്യം നൽകുമെന്ന് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നിവയുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതേസമയം ഗസയിൽ ഹമാസിന്റെ 40 താവളങ്ങൾ തകർത്തതായി ഇസ്രായേലി പ്രതിരോധ സേന അറിയിച്ചു. ബീജിംഗ് ആസ്ഥാനമായുള്ള ഇന്റഗ്രിറ്റി ടെക്നോളജി ഗ്രൂപ്പിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. യുഎസിന്റെ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള 1-ലധികം സൈബർ ആക്രമണങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് ഉപരോധം. യുഎസ് ട്രഷറി വകുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളും രേഖകളും ചൈനീസ് ഹാക്കർമാർ പരിശോധിച്ചതായി ട്രഷറി വകുപ്പ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഉപരോധം. അതേസമയം ചൈന വ്യാഴാഴ്ച 28 യുഎസ് കമ്പനികൾക്ക് പുതിയ കയറ്റുമതി നിയന്ത്രണം പ്രഖ്യാപിക്കുകയും 10 കമ്പനികളെ രാജ്യത്ത് വിലക്കുകയും ചെയ്തിരുന്നു. സിനിമാ സ്ക്രീനിങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുന് സ്ഥിരം ജാമ്യം അനുവദിച്ചു. നമ്പള്ളി ക്രിമിനൽ കോടതിയാണ് 50,000 രൂപയും 2 ആൾ ജാമ്യവും എന്നീ വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വളർച്ചയുടെയും അവസരങ്ങളുടെയും ഊർജ്ജസ്വല കേന്ദ്രങ്ങളാക്കി ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ ചട്ടം 2025 കരട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ഇന്ത്യയിൽ ഗ്രാമീണ ദാരിദ്ര്യം കുറയുന്നതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട്.
തിരുവനന്തപുരത്ത് ഇനി കൌമാര കലാമേളയുടെ നാളുകൾ. 63ാമത് സ്കൂൾ കലോത്സവം അതിജീവനത്തിന്റെ കലോത്സവം കൂടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. റെയിൽ, റോഡ്, വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ഗോവ പോരാട്ടം. ബോർഡർ ഗാവസ്കർ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിന്റെ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 145 റൺസിന്റെ ലീഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.